കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഗിരിപ്രഭാഷണത്തിലെ 5-ാമത്തെ ഭാഗ്യവർണ്ണനയാണിത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവനെന്ന് മോശയും. അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു, തൻ്റെ ക്രോധത്തെ മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു എന്ന് ആസാഫും. ദൈവത്തിൻ്റെ കരുണ തൻ്റെ ഭക്തന്മാരുടെ ആയുഷ്കാലമൊക്കെയും അവരെ പിന്തുടരുന്നു എന്ന് ദാവീദും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ പാപികളും ക്രൂരന്മാരുമാണ്. ഭൂമിയിൽ പിറന്നു വീണ ആദ്യ മനുഷ്യൻ തന്നെ ക്രൂരനായിരുന്നു. ക്ഷിപ്രകോപത്താൽ സ്വന്തം സഹോദരനെ കൊന്ന് അവൻ തൻ്റെ കോപത്തെ ശമിപ്പിച്ചു. കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി സഹോദരനെ കൊന്നു എന്നും, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല എന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ അർത്ഥാൽ പിശാച് വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം കടുത്ത നീതിയും കഠിന ഹൃദയവും ഉള്ളവരായി എന്ന് യെഹെസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനത്തെ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർപ്പിപ്പിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നവരാണ് പ്രവാചകന്മാർ. മാനസാന്തരപ്പെട്ട ഒരുവൻ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടന്ന് ദൈവത്തിൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ദൈവം അവന് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുന്നു. കല്ലായുള്ള അവരുടെ ഹൃദയം അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്രകാരം കർത്താവിൽ നിന്നും മാംസമായ ഹൃദയം പുതിയൊരു ആത്മാവിനെയും പ്രാപിച്ച ഒരുവൻ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞ ഒരു ഉപമ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ യജമാനൻ കൽപ്പിച്ചു. ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, അവൻ്റെ കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഇതറിഞ്ഞ യജമാനൻ അവനെ വിളിപ്പിച്ചു. ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയിൽ ഞാൻ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ലോകയാത്രയിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണ എപ്പോഴും ആവശ്യമാണ്. നമുക്ക് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ഭാവിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലണമെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ ആയിരിക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാം, എല്ലാവരോടും കരുണ കാണിക്കാം. ഇപ്രകാരം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.